ഒരു പോരാട്ടമാണ് അവർ നടത്തിയത്. എല്ലാം കുടുംബത്തിൻ്റെ സ്ഥിതി അവതാളത്തിലായി അവരുടെ. കാരണം ഭർത്താവിൻ്റെ ബിസിനസ് പോയി, കുട്ടികളുടെ പഠനത്തിന് തടസ്സം നേരിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു മാനുഷികമായിട്ട് പരിഗണനയാണ് അവരോട് സർക്കാർ സ്വീകരിച്ചത്. ദേവസ്വത്തിൻ്റെ ഒരു പരിമിതമായ സൗകര്യങ്ങളുള്ള ഗസ്റ്റ് ഹൗസ് മാത്രമാണുള്ളത്. ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ പണിയാനുള്ള ഒരു പ്രോജക്റ്റ് ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പരിശോധിച്ച് ഇതൊരു ഏറ്റവും വലിയ ഒരുപക്ഷെ നാളെ ശബരിമലയും ഗുരുവായൂരൊക്കെ കഴിഞ്ഞാൽ, ഗുരുവായൂരിന് എല്ലാ ദിവസവും ഉണ്ട്, ശബരിമലയിലും ഇവിടെയാണല്ലോ പ്രത്യേകതയുള്ളത് ദർശനത്തിന്. അതുകൊണ്ട് ഇനി കൂടുതൽ കേരളത്തിന് പുറത്തുള്ള ഭക്തന്മാർ വന്നു ചേരാനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ട് മികച്ചൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രാലയം തീരുമാനമെടുത്തിട്ടുള്ളത്. അതനുസരിച്ച് സ്ഥലം MLA കൂടിയായിട്ടുള്ള വൈദ്യുതി മന്ത്രിയുമായി കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ നടപടി സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കും. ഇത്തവണത്തെ ഗതാഗത പ്രശ്നത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം റോഡിന്റെ വീതി ഉൾപ്പെടെയുള്ള പ്രശ്നം. അതാ പറഞ്ഞു, വർഷം പരിഹരിക്കാനാവില്ലെങ്കിൽ പോലും ഒരു ദീർഘകാലത്തെ ഇത് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ ഇതിന് ശേഷം, ഇത്തവണത്തെ ദർശനത്തിന് ശേഷം മറ്റ് വിവിധ വകുപ്പുകളുമായി ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടെ സഹായം ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഞങ്ങൾ രണ്ട് മന്ത്രിമാർ മാത്രമല്ല PWD ആവശ്യമാണ്. എല്ലാ വിവിധ വകുപ്പുകളെ കൂടിച്ചേർത്തുകൊണ്ട് നല്ലൊരു സംവിധാനം ഭാവിയിലൊരുക്കും. ഈ വർഷം നടന്നില്ലെങ്കിലും അടുത്ത വർഷത്തേക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. കർണാടകയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീർത്ഥാടകരെ എങ്ങനെ കർണാടകയിൽ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ വന്നതുകൊണ്ട് അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ദേവസ്വം നൽകാനോ അങ്ങനെ തീരുമാനം? അല്ല, അതല്ല, ഭക്തജനങ്ങൾ വരുന്നതിന് ഒരിക്കലും നമുക്ക് തടയാൻ കഴിയില്ല. കർണാടക പാൽച്ചുരം റോഡിന്റെ ഒരു പ്രശ്നമാണ്, പാൽച്ചുരം റോഡിന്റെ ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. എല്ലാ വശങ്ങളെ കുറിച്ചും വിശദമായി ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയല്ലേ മീറ്റിംഗ് ഉണ്ടല്ലോ, മീറ്റിങ്ങിലത്തെ നിർദ്ദേശങ്ങൾ കൂടെ കണക്കിലെടുത്ത് നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. ശരി. ഡോക്ടർമാരുടെ പ്രശ്നം കേരളത്തിൽ മൊത്തത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം പലതും കെട്ടിടങ്ങൾ കെട്ടിയെങ്കിലും പലയിടത്തും ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല. ഇങ്ങനെയുള്ള പരാതികൾ നിരവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ചിലയിടത്ത് കൂടുതൽ സ്റ്റാഫുള്ളവരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ വിന്യസിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഞാൻ പറയാം, ഇവിടെ ഈ പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളായതുകൊണ്ട് പലപ്പോഴും പലരും ഇവിടെ വരുന്നതിന് ചില തടസ്സങ്ങൾ പറയും. പക്ഷെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത് ജനപ്രതിനിധികളും കൂടെ സഹകരിക്കണം. എങ്ങനെ? തീർച്ചയായും. കണ്ണൂരിലെ 6ഓളം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിലാണ്. അവരുടെ നേരത്തെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ അവർ സമരത്തിലാണുള്ളത്. ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ നിവേദനം ഇന്നലെ തന്നിരുന്നു. പരാതി പറഞ്ഞ ആശുപത്രികളോട് വിശദീകരണം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരത്തെ 2 ആശുപത്രികളെ കുറിച്ചാണ് ഇന്നലെ എനിക്ക് പരാതി കിട്ടിയത്. അത് മന്ത്രി ജനീഷും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരോട് വിശദീകരണം ചോദിക്കുന്നുണ്ട്. ഒരു പോരാട്ടമാണ് അവർ നടത്തിയത്. എല്ലാം കുടുംബത്തിൻ്റെ സ്ഥിതി അവതാളത്തിലായി അവരുടെ. കാരണം ഭർത്താവിൻ്റെ ബിസിനസ് പോയി, കുട്ടികളുടെ പഠനത്തിന് തടസ്സം നേരിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു മാനുഷികമായിട്ട് പരിഗണനയാണ് അവരോട് സർക്കാർ സ്വീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.